നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നു. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ശക്തമായ കാറ്റിലും മഴയിലും നിരവധിയിടങ്ങളിൽ വൈദ്യുതി ലൈനുകൾക്ക് തകരാറുകൾ സംഭവിച്ചതായി KSEB. അങ്കമാലി ഡിവിഷനു കീഴിൽ അങ്കമാലി, കറുകുറ്റി, മൂക്കന്നൂർ, പാറക്കടവ് സെക്ഷനുകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ. കനത്ത കാറ്റിൽ ചന്ദ്രാപിന്നിയിൽ മരം കടപുഴകി വീണു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം. വാർത്തകൾ വിശദമായി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നു. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നത് മൂലം ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സമീപവാസികൾ ജാഗ്രത പുലർത്തണം. അതിഭീമമായ മഴയുണ്ടാകുന്ന പക്ഷം അടിയന്തര ഘട്ടത്തിൽ രാത്രികാലങ്ങളിലും പെരിങ്ങൽകുത്ത് ഡാമിലെ ഷട്ടറുകൾ തുറന്ന് വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുക്കാവുന്നതാണെന്ന് നേരത്തെ അനുമതി നൽകിയിട്ടുണ്ട്. എങ്കിലും ജനങ്ങളുടെ സുരക്ഷയെ കരുതി ഇന്ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയങ്ങളിൽ സ്ലൂയിസ് വാൽവുകൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ ഇടമലയാർ റിസർച്ച് ആൻഡ് ഡാം സേഫ്റ്റി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. പെരിങ്ങൽകുത്ത് ഡാമിലെ അധിക ജലം ഒഴുക്കിവിടുന്നത് മൂലം ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ സമീപവാസികൾ ജാഗ്രത പുലർത്തണം. പുഴയിൽ മത്സ്യബന്ധനം അനുവദിക്കുന്നതല്ലെന്നും കളക്ടർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. ശക്തമായ മഴയെ തുടർന്ന് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രം ഭാഗികമായി വെള്ളത്തിൽ മുങ്ങി. നിരവധി ആളുകളാണ് ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നത്. മഴ ശക്തമായതിനെ തുടർന്ന് ഡാമുകൾ തുറന്നതാണ് പെരിയാറിൽ ജലനിരപ്പ് ഉയരാൻ കാരണം. ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന് മുന്നറിയിപ്പുള്ളതിനാൽ പെരിയാറിന്റെ തീരത്ത് കഴിയുന്നവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ശക്തമായ കാറ്റിലും മഴയിലും നിരവധിയിടങ്ങളിൽ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും ട്രാൻസ്ഫോമറുകളും ഉൾപ്പെടെയുള്ളവയ്ക്ക് തകരാറുകൾ സംഭവിച്ചതായി KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ അറിയിച്ചു. അങ്കമാലി ഡിവിഷനു കീഴിൽ അങ്കമാലി, കറുകുറ്റി, മൂക്കന്നൂർ, പാറക്കടവ് സെക്ഷനുകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ഫീഡറുകൾ തകരാറിലാവുകയും ചെയ്തിട്ടുണ്ട്. അങ്കമാലി ഡിവിഷനു കീഴിൽ അങ്കമാലി, കറുകുറ്റി, മൂക്കന്നൂർ, പാറക്കടവ് സെക്ഷനുകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും 11 kV ഫീഡറുകൾ തകരാറിലാവുകയും ചെയ്തിട്ടുണ്ട്. 6 ഹൈടെൻഷൻ അഥവാ HT പോസ്റ്റുകൾ, 41 ലോ ടെൻഷൻ അഥവാ LT പോസ്റ്റുകൾ എന്നിവ ഒടിഞ്ഞു. പലയിടങ്ങളിൽ മരങ്ങൾ പിഴുതുവീണ് കമ്പികൾ പൊട്ടി. ആലുവ ഡിവിഷന്റെ കീഴിലുള്ള കുന്നുകര, ചെങ്ങമനാട്, കളമശ്ശേരി, അത്താണി തുടങ്ങിയ ഭാഗങ്ങളിലും വ്യാപക നാശനഷ്ടങ്ങളുണ്ട്. ഡിവിഷനു കീഴിൽ 5 HT പോസ്റ്റുകളും 67 LT പോസ്റ്റുകളും മരം വീണൊടിയുകയും 185 ഭാഗങ്ങളിൽ LT ലൈനുകൾ പൊട്ടുകയും 8 ഇടങ്ങളിൽ പോസ്റ്റുകൾ ചരിയുകയും ചെയ്തു. നാഷണൽ ഹൈവേ ഭാഗങ്ങളിൽ പരസ്യ ബോർഡുകൾ ഹൈടെൻഷൻ ലൈനിൽ വീണ് വൈദ്യുതി തടസ്സം നേരിട്ടു. പെരുമ്പാവൂർ ഡിവിഷന്റെ കീഴിലുള്ള കുറുപ്പമ്പടി സെക്ഷൻ പരിധിയിൽ മരം വീണ് 33 kV സബ്സ്റ്റേഷൻ വിതരണ ശൃംഖല തകരാറിലായി. മരം വെട്ടിമാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവിഷന്റെ കീഴിൽ 2 HT പോസ്റ്റുകൾ, 33 LT പോസ്റ്റുകൾ എന്നിവ മരം വീണൊടിയുകയും 137 ഇടങ്ങളിൽ ലോ ടെൻഷൻ ലൈനുകൾ പൊട്ടുകയും 5 ഇടങ്ങളിൽ ഹൈടെൻഷൻ ലൈനുകൾ പൊട്ടുകയും 11 ഇടങ്ങളിൽ പോസ്റ്റുകൾ ചരിഞ്ഞിട്ടുമുണ്ട്. പെരുമ്പാവൂർ ഇലക്ട്രിക്കൽ സർക്കിളിന്റെ കീഴിലുള്ള 44 സെക്ഷനുകളിൽ കീഴിലെ അതിരൂക്ഷ മഴക്കെടുതി പരിഹരിക്കാൻ സർക്കിൾ തലത്തിൽ ദ്രുതകർമ്മസേന രൂപീകരിച്ചു. പൊതുജനങ്ങൾക്ക് പരാതികൾ തത്സമയം അറിയിക്കുന്നതിനും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ ഡിവിഷന്റെ കീഴിൽ 17 HT പോസ്റ്റുകൾ, 58 LT പോസ്റ്റുകൾ എന്നിവ മരം വീണൊടിയുകയും 614 ഭാഗങ്ങളിൽ LT ലൈനുകൾ പൊട്ടുകയും 70 ഇടങ്ങളിൽ പോസ്റ്റുകൾ ചരിഞ്ഞതായും വിവരം ലഭിച്ചിട്ടുണ്ട്. 313 ലൊക്കേഷനുകളിൽ LT ലൈനുകൾ മരം വീഴുകയും ചെയ്തിട്ടുണ്ട്. പിറവം സെക്ഷന് കീഴിലുള്ള കന്നേറ്റുമല 100 kVA ട്രാൻസ്ഫോമർ മണ്ണിടിച്ചിൽ മൂലം DP സ്ട്രക്ചർ ഉൾപ്പെടെ മറിഞ്ഞു വീണു. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സെക്ഷൻ തലത്തിൽ നടന്നുവരികയാണ്. മീഡിയ ടൈം, കൊച്ചി. കനത്ത കാറ്റിൽ ചന്ദ്രാപിന്നിയിൽ മരം കടപുഴകി വീണു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം. ചന്ദ്രാപിന്നി സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തെ കൂറ്റൻ മരമാണ് കടപുഴകിയത്.
ഇന്നലെ രാത്രി 7:45 വീശിയടിച്ച ശക്തമായ കാറ്റിലാണ് മരം വീണത്. ഇതോടെ ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ദേശീയപാതയിലൂടെ പോയിരുന്ന ടൂറിസ്റ്റ് ബസ്സിന് മുകളിൽ മരക്കൊമ്പ് വീണെങ്കിലും ആർക്കും പരിക്കില്ല. മരം വീണ് വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞിട്ടുണ്ട്. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. KSEB അധികൃതരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. മീഡിയ ടൈം, കയ്പമംഗലം. MLA ആയി 4 വർഷം പിന്നിട്ട സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ചാലക്കുടി PWD ഗസ്റ്റ് ഹൌസിൽ നടത്തിയ സ്നേഹസംഗമത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, നേതാക്കളായ അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ, VO പൈലപ്പൻ, AB ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര പ്രസ് ക്ലബിന്റെയും ചാലക്കുടി പ്രസ് ഫോറത്തിന്റെയും ചാലക്കുടി പ്രസ് ക്ലബിലെയും അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുത്തു. തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു. സമയബന്ധിതമായി നമുക്ക് വന്നതിന് ശേഷം പൂർത്തീകരിക്കാൻ സാധിച്ചു. ജനപ്രതിയായി ജയിക്കുന്നത് ഒരു കോവിഡ് മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിലാണ് ജനപ്രതിയാകുന്നത്. വലിയ പ്രതിസന്ധികളെ നമ്മുടെ നാട് കടന്നുപോയ ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് എല്ലാവർക്കും അറിയാം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി കാര്യങ്ങൾ പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ കേരളം വീണ പതിറ്റാണ്ട് എന്ന പേരിൽ BJP തൃശൂരിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി PK ബാബു, വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ V ആതിര സുധീഷ്, പൂർണിമ സുരേഷ്, നിജി KG, ജില്ലാ ട്രഷറർ വിജയൻ മേപ്രത്ത്, ജില്ലാ സെക്രട്ടറി മുരളി കൊളങ്ങാട്ട്, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, പ്രിന്റു മഹാദേവ് എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് C മേനോൻ, വിപിൻ ഐനിക്കുന്നത്ത്, കൗൺസിലർമാരായ വിനോദ് പൊള്ളാച്ചേരി, N പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നു. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ശക്തമായ കാറ്റിലും മഴയിലും നിരവധിയിടങ്ങളിൽ വൈദ്യുതി ലൈനുകൾക്ക് തകരാറുകൾ സംഭവിച്ചതായി KSEB. അങ്കമാലി ഡിവിഷനു കീഴിൽ അങ്കമാലി, കറുകുറ്റി, മൂക്കന്നൂർ, പാറക്കടവ് സെക്ഷനുകളിൽ വ്യാപക നാശനഷ്ടങ്ങൾ. കനത്ത കാറ്റിൽ ചന്ദ്രാപിന്നിയിൽ മരം കടപുഴകി വീണു. ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.